അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം നമുക്ക് വായിക്കാം. എനിക്കോ മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 40-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം മേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നും നാം മാനസാന്തരപ്പെടണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നാം രക്ഷിക്കപ്പെടുവാനാണ് എന്ന് യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമുക്ക് ബുദ്ധി ഉപദേശം തന്നിരിക്കുന്നു. വക്രതയുള്ള അഥവാ പാപത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഈ ലോകത്തു നിന്നും നിത്യജീവന് അവകാശികളായി തീരുവാൻ ഏതെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവല്ല, അനുസരണമാണ് ഏതൊരാളെയും ലക്ഷ്യത്തിലെത്തിക്കുന്നത്. 100 അടി ഉയരത്തിൽ നിന്നും താഴെ വീണാൽ ക്ഷതം സംഭവിക്കുമെന്ന അറിവ് നമുക്കുണ്ടായാൽ മാത്രം പോരാ, 100 അടി ഉയരത്തിൽ നിന്നും നാം താഴെ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം. നാം ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി യാത്ര ചെയ്യുകയും താഴെ വീഴുകയും ചെയ്താൽ നമ്മുടെ വീഴ്ചയുടെ ക്ഷതം വലുതായിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം. പാപങ്ങളുടെ പട്ടിക ഏതെല്ലാം എന്ന് നാം പഠിച്ചാലല്ലേ അതിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ കഴിയുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മുടെ സൃഷ്ടാവ് നമ്മോട് പറയുന്നത്, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്നാണ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് തൻ്റെ സഹോദരനെ കൊന്ന കായീനെ ദൈവം ശിക്ഷ വിധിച്ചു. നീ ഭൂമിയിൽ സ്വസ്ഥതയില്ലാതെ ഉഴലുന്നവൻ ആകും, അഥവാ അലയുന്നവൻ ആകും എന്നായിരുന്നു യഹോവ കായീനോട് പറഞ്ഞത്. ഏത് പാപവും താൽക്കാലികം സന്തോഷം തരുമായിരിക്കാം, എന്നാൽ ഒടുക്കം അതിനുവേണ്ടി മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്ന വില ഭയാനകമായിരിക്കും. സമാധാനമില്ലാതെ ഈ ഭൂമിയിൽ പാപനിമിത്തം അലയേണ്ടി വരും. മരിച്ചു കഴിയുമ്പോൾ നിത്യനരകത്തിൽ നാം വീഴേണ്ടി വരും. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം യേശുവിനോട് അറിയിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുകയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുസലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. 38 വർഷമായി ശിലോഹോം കുളത്തിലെ വെള്ളത്തിൻ്റെ കലക്കം കാത്തുകിടന്ന കിടപ്പുരോഹിക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് യേശു പറയുകയാണ്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ഭാഗത്തും യേശു പറയുകയാണ്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും നശിച്ചു പോകുമെന്ന്. മരിച്ചു പോകുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നശിച്ചു പോകുമെന്നാണ്. കിടപ്പിലായിരുന്ന വ്യക്തിയോട് പറയുന്നത്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്നാണ്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്താൽ കഠിന രോഗം വരുവാൻ ഇടയായിത്തീരുമെന്നും മാനസാന്തരപ്പെടാതെ നാം മരിച്ചാൽ നിത്യനരകത്തിൽ നാം കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്നുമാണ്. നാം നരകാഗ്നി ഒഴിഞ്ഞ് രക്ഷപ്പെടുവാനാണ് യേശു ഇപ്രകാരം പറയുന്നത് എന്ന് യേശു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാം രക്ഷിക്കപ്പെടുവാനായി യേശു ക്രിസ്തു തൻ്റെ ദാസന്മാരിൽ കൂടി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം എന്ന് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യത്തിലും
വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്, ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത് എന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 4 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല എന്ന് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം ഒന്നാമത്തെ പുനരുദ്ധാനം പ്രാപിച്ചവൻ നിലവിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഉള്ളത്. ആകയാൽ പ്രപഞ്ചത്തിൽ ഒരേ ഒരു വിശുദ്ധനേയുള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാകയാൽ അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മോഷ്ടിക്കരുത്, ആരെയും ചതിക്കരുത്, ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്കു പറയരുതെന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 11 വാക്യത്തിലും കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്, കൂലിക്കാരന് കൂലി പിറ്റേന്ന് രാവിലെ വരെ നിൻ്റെ കയ്യിൽ ഇരിക്കരുത്, ചെകിടിനെ ശപിക്കരുത്, കുരുടൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്, നിൻ്റെ ദൈവത്തെ ഭയപ്പെടണം, ഞാൻ യഹോവയാകുന്നു എന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 13 14 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് എന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 16 വാക്യത്തിലും സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുതെന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 17 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 18 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത് എന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 26 വാക്യത്തിലും മരിച്ചവർക്ക് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുതെന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 28 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാൻ കഴിയുന്നവനും രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നവനുമാണെന്ന് ദാനിയേൽ പ്രവചനം 2 അധ്യായം 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത് എന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 31 വാക്യത്തിലും നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖത്തെ ബഹുമാനിക്കുകയും നിന്റെ സൃഷ്ടാവായ ദൈവത്തെ ഭയപ്പെടുകയും വേണം, ഞാൻ യഹോവയാകുന്നു. പരദേശി നിന്നോടുകൂടെ നിങ്ങളുടെ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്, നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശി ആയിരുന്നുവല്ലോ എന്ന് ലേവ്യ പുസ്തകം 19 അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പനെയും അമ്മയെയും ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ലേവ്യ പുസ്തകം 20 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീയോടുകൂടെ സഹിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ സഹിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു, അവർ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ലേവ്യ പുസ്തകം 20 അധ്യായം 13 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരോഹിതൻ, അതായത് ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി, തൻ്റെ ജനത്തിൽ ഒരുവൻ്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത് എന്ന് ലേവ്യ പുസ്തകം 21 അധ്യായം 1 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ തൻ്റെ ജനത്തിൻ്റെ പ്രമാണിയായിരിക്കുകയാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത് എന്ന് ലേവ്യ പുസ്തകം 21 അധ്യായം 4 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശവത്തെ തൊട്ടാൽ അവൻ അശുദ്ധൻ ആകും. നാം ഇപ്പോൾ കേട്ട പാപങ്ങളുടെ പട്ടികയിലുള്ള സകല പാപവും ദൈവം വെറുക്കുന്ന പ്രവൃത്തികളാണെന്ന് നാം ഓർക്കണം. പാപം ചെയ്യുന്നവർ പിശാചിൻ്റെ പുത്രന്മാരും പിശാചിൻ്റെ ദൂതന്മാരുമായി തീരുന്നു എന്ന് ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 41 വാക്യത്തിൽ പഠിപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 41 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പിന്നെ അവനിടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 41 വാക്യമാണ് നാം കേട്ടത്. ഇവർ നിത്യദണ്ഡനത്തിലേക്കും ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകുമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 46 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും തൻ്റെ പാപങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് യേശുവിനോട് ഏറ്റുപറയുകയും വീണ്ടും പാപം ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരാളുടെ പാപവും യേശു ക്രിസ്തു ക്ഷമിക്കുകയും താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 1 അധ്യായം 7 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നാം പാപത്തെ ഉപേക്ഷിക്കാമെങ്കിൽ ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി തീർക്കും. ഇതുവരെ നാം കേട്ടത് ദൈവം തൻ്റെ ദാസന്മാരാൽ ബൈബിളിൽ നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ദൈവമകനായി ജീവിക്കുവാനും നിത്യനരകത്തിൽ നിന്നും
നാം രക്ഷപ്പെടുവാനും നാം കേട്ട കാര്യങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം കേട്ട കാര്യങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ ദൈവത്തോട് നാം പാപം ചെയ്യുകയാണെന്ന് ഓർക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം വാക്യത്തിലും, പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിലും, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിലും, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്തും, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും 15-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനം അനുസരിക്കുന്നവർ പുനരുദ്ധാനത്തിൽ, അതായത് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവപുത്രന്മാരും ദൈവദൂത തുല്യരും ആകും എന്ന് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 36-ാം വാക്യമാണ് നാം കേട്ടത്. എന്നാൽ ദൈവവചനം അനുസരിക്കാതെ മരിച്ചവർ രണ്ടാം പുനരുദ്ധാനത്തിൽ ഉയർക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ഉണരും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യമാണ് നാം കേട്ടത്. ഇതിൽ നിത്യലജ്ജയ്ക്കായി ഉണരുന്നവർ പിശാചിൻ്റെ മകനും പിശാചിൻ്റെ ദൂതന്മാർക്ക് തുല്യരുമായാണ് ഉണരുന്നത്. കാരണം അവർ ദൈവത്തോട് ധിക്കാരം കാണിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്യുകയും ചെയ്താണ് ജീവിച്ചത്. നാം അനുസരിക്കേണ്ടതും ചെയ്യരുതാത്തതും ചെയ്യേണ്ടതും ആയ ചില കാര്യങ്ങൾ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. അത് എൻ്റെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഞാനിവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ഇതൊന്നും എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ ആലോചനകളാണ്. ദൈവത്തിൻ്റെ ആലോചന ഒന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് നാം എല്ലാവരും നിത്യനരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന ആഗ്രഹം മൂലമാണ്. അതിനേക്കാൾ വലിയ യേശുവിൻ്റെ ആഗ്രഹം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ എന്ത് വില കൊടുത്തും നമുക്ക് ബൈബിൾ വായിക്കാം. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് നമുക്ക് നിത്യജീവനെ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പീഡിപ്പിക്കപ്പെടുന്ന സകല ജനങ്ങളെയും അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.